ഇന്നത്തെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ കഴിഞ്ഞ ദിവസം മേടിച്ച കൂരിമീനിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അത് ഇന്ന് ഇവനെ അങ്ങോട്ട് കറി വെച്ചു കേട്ടോ. അതുപോലെ ചെമ്മീൻ വറുത്തത്, കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്താ അറിയോ, മിനിഞ്ഞാന്ന് ഞങ്ങൾ ചാലക്കുടി വരെ ഒരു യാത്ര പോയി. മൂവാറ്റുപുഴ വരെ എത്തിയപ്പോഴേക്കും വണ്ടി ഡാമേജായി. മൂവാറ്റുപുഴയുള്ളൊരു സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ കയറി. വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഡാമേജായി. ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ടാണ് ബാക്കി യാത്ര നടത്തിയത്. പിന്നെ ഇന്നലെ കംപ്ലീറ്റ് വയ്യായിരുന്നു. അതുകൊണ്ട് കാര്യമായ പാചകത്തിലേക്കൊന്നും കടന്നിട്ടില്ല. വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡാമേജ് ആവും, റിപ്പയർ ചെയ്യും, വീണ്ടും കുറേ കാലം കൂടെ ഓടും. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. 26 കൊല്ലം മുന്നേ വണ്ടി കംപ്ലീറ്റ് കട്ടപ്പുറത്ത് കയറിയതായിരുന്നു. അവിടെ നിന്നൊക്കെ റിപ്പയർ ചെയ്ത് ഡോക്ടർമാരും മിടുക്കന്മാരുണ്ടായിരുന്നുകൊണ്ട് റിപ്പയർ ചെയ്തൊക്കെ 26 കൊല്ലം കൂടെ ഓടി. പിന്നെ ഇനി എത്ര കാലം ഓടുമെന്നും അറിയില്ല. എന്തായാലും അല്ലെങ്കിലും ഓരോ വണ്ടികളും യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമല്ലേ. യാത്രക്കാർ എത്രത്തോളം വണ്ടി ഓടാൻ പറ്റുമോ അത്ര കാലം വണ്ടിയെ പരിരക്ഷിക്കും. അത് കഴിയുമ്പം ഒന്നെങ്കിൽ ആക്രിക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ തല്ലിപ്പൊട്ടിച്ച് എവിടെയെങ്കിലും കളയും. ഇതൊക്കെയാണ് ഓരോ വണ്ടികളുടെയും അവസ്ഥ. എന്തായാലും ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഡാമേജ് ആവും, വീണ്ടും പൂർവാധികം ശക്തിയിലോടും. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഓക്കേ, നാളെ കാണാം. ഇനി എന്താ പറയുക, ഒരംഗത്തിന് കൂടി ബാല്യം എന്ന് പറഞ്ഞ മാതിരി ഇനി കുറച്ച് കാലത്തേന് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. യാത്രകൾ ഒട്ടും പറ്റൂല. എന്താ പറയുക, ഈ വീടും അതുപോലെ ചുറ്റുഭാഗവുമായിട്ട് മാത്രം പൊരുത്തപ്പെട്ട് പോകാനേ പറ്റുള്ളൂ. ഒട്ടും വണ്ടിയെ കയറുക എന്നുള്ളത് ഒരു രക്ഷയില്ല. ഡീസലിൻ്റെയും പെട്രോളിൻ്റെ ഒക്കെ മണം അടിക്കുമ്പോൾ തന്നെ അവശതയായി പോവുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ചെറുപ്പകാലത്തിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ടൂറ് പോവുക അല്ലെങ്കിൽ അങ്ങനത്തെ യാത്രകൾ പോവുക അതൊന്നും അസാധ്യമായ കാര്യമാണ്. സങ്കടമില്ല. ഇതൊക്കെയാണ് എൻ്റെ വീടാണ്, എൻ്റെ സ്വർഗം. അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് ഉള്ളത്. ഞാൻ അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് പോവുകയാണ്. ഓക്കെ, ബൈ.